നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാശ്ചാത്യ കാവ്യശാസ്ത്രമുള്ള മെയിനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ ആദ്യത്തേതിൽ പ്ലേറ്റോയുടെ കാവ്യസിദ്ധാന്തം നോക്കാം. പ്ലേറ്റോനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം BC 5th സെഞ്ച്വറിയിലൊക്കെ യുനാൻ, അതായത് ഗ്രീക്ക്, അവിടെ താമസിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ യുനാൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സുഖറാത്ത്, അതായത് സോക്രട്ടീസ്. ഈ ഗുരുവിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തെ തൻ്റെ മനസ്സിലെ ചിന്തകൾ രൂപപ്പെടുത്തുന്നതിൽ പ്രഭാവിച്ചത്. അപ്പോൾ ഈ സുഖറാത്ത് അദ്ദേഹത്തിനെ ജയിലിൽ പിടിച്ചടക്കുകയാണ്. അങ്ങനെ പ്ലേറ്റോ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ നോക്കും, പുറത്തിറക്കാനായിട്ടൊക്കെ നോക്കും. പക്ഷേ ഈ സുഖറാത്ത് വിഷത്തിൻ്റെ പാല് കുടിച്ച് സ്വയം മരിക്കും. അതിനൊക്കെ കാരണം ആ സമയത്തുള്ള നീതിയും അങ്ങനത്തെ കാര്യങ്ങളും. അപ്പോൾ സുഖറാത്ത് പറയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്, പക്ഷേ ഇതിൽ അനുഭവിക്കുന്നതും മനുഷ്യർ തന്നെയാണ്. അങ്ങനെ ഇദ്ദേഹം ഗുരുവിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെ നിന്നൊക്കെ ഈ ആളുകളുടെ അലസമായിട്ടുള്ള ജീവിതം കാണുമ്പോൾ ഈ അലസത കാണുമ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് അതിനോടൊക്കെ ഒരു വിമർശനം തോന്നുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം കാവ്യത്തിന് ഒരു സൗന്ദര്യം അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന മാനസികത എന്നതിലപ്പുറം ബൗദ്ധികതയ്ക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ ഈ ജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. തുടർന്ന് നോക്കുകയാണെങ്കിൽ ഈ അനുകരൺ, അതായത് അനുകരൺ സിദ്ധാന്തത്തിനെ പറ്റിയിട്ടൊക്കെ ആദ്യം പറഞ്ഞത് പ്ലേറ്റോയാണ്. അനുകൃതി സിദ്ധാന്തം എന്നാണ് പ്ലേറ്റോയുടെ സിദ്ധാന്തത്തിനെ പറയണത്. അനുകൃതി, അതായത് ഈ പ്ലേറ്റോ പറയണത് മനുഷ്യർ സത്യം പറഞ്ഞാൽ എല്ലാത്തിനെയും കോപ്പി ചെയ്യൂലേ, ഇമിറ്റേറ്റിംഗ് ആണ് ഈ അനുകരണം അല്ലെങ്കിൽ അനുകൃതി എന്ന് പറയണത്. അപ്പം ഇദ്ദേഹം ഇതിനെ എതിർത്തിരുന്ന ഒരാളാണ്. പ്ലേറ്റോ പറഞ്ഞത് കവിത വാസ്തവികതയുടെ അനുകരണം ആണെന്നാണ്. വാസ്തവികത എന്ന് പറയുമ്പം ഈ സത്യം, യാഥാർത്ഥ്യത, അതിൻ്റെയൊക്കെ അനുകരണം എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. അപ്പം ശരിയായിട്ടുള്ള വേൾഡിൻ്റെ അതുപോലത്തെ കോപ്പി ആണ് ഈ കവിത എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാവ്യത്തിൽ സത്യത്തിൽ നിന്ന് അകലെ അജ്ഞാനത്തെയാണ് മനുഷ്യനിലെത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാവ്യത്തിലൂടെ അതിലെ അനുഭൂതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ മനുഷ്യരിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കൊണ്ടെത്തിക്കുന്നത്, അവരെ കൂടുതൽ അലസതയിലേക്ക് ആക്കുന്നു എന്നൊക്കെയാണ് ഈ പ്ലേറ്റോ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റോയുടെ സിദ്ധാന്തം. അങ്ങനെ അദ്ദേഹം പറയാനുള്ള കാരണം അദ്ദേഹത്തിന് മുന്നുണ്ടായിരുന്ന വൈജ്ഞാനികന്മാരുടെയും അയാൾ താമസിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയുടെയും ഒക്കെ കാരണമാണ്. അദ്ദേഹം വിചാരിച്ചിരുന്നത് കാവ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ സത്യം, ധർമ്മം ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള, അതായത് ഈ സദാചാരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതിഷ്ഠിക്കാനുള്ള കാര്യമാണ് ഈ കാവ്യം, അതിലാണ് ഇതിൻ്റെ മഹത്വം എന്നാണ് പ്ലേറ്റോ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റോ സ്ഥാപിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹം വിചാരിച്ചിരുന്നു ഈ കാവ്യം, അതായത് കാവ്യ വാസനകളെ, അല്ലെങ്കിൽ അതായത് മനുഷ്യൻ്റെ വികാരങ്ങളെ, ആഗ്രഹങ്ങളെ ഇതിനെയൊക്കെ ജ്വലിപ്പിക്കും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഉണർത്തും. അതുകൊണ്ട് തന്നെ കാവ്യം ആ ഒരു രീതിയിൽ പോകാൻ പാടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. ഇനി ഇദ്ദേഹം ഈ പ്ലേറ്റോ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഒരുപാട് കുട്ടികൾ പഠിക്കുകയും അതിലൊരാളാണ് ഈ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോൻ്റെ മേലുള്ള സിദ്ധാന്തങ്ങൾ അനുകരൺ സിദ്ധാന്ത്, അതിൽ തന്നെ പിന്നെ ത്രാസദി വരുന്നുണ്ട്. ത്രാസദി എന്ന് പറഞ്ഞാൽ ട്രാജഡി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേറ്റോ ആണ് ഈ ത്രാസദീനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത്. അരിസ്റ്റോ രണ്ട് സിദ്ധാന്തങ്ങളെയാണ് മെയിനായിട്ട് പറയുന്നത്, അനുകരൺ സിദ്ധാന്തം, വിരേചൻ സിദ്ധാന്തം. പ്ലേറ്റോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനുകരണിന് ഗ്രീക്കിൽ മെമേസിസ് എന്നൊരു വേർഡാണ് കൊടുത്തത്. അതിൻ്റെ ഗ്രീക്ക് വേർഡ് മെമേസിസ് എന്ന് പറഞ്ഞാൽ അനുകരൺ, ഇംഗ്ലീഷിൽ ഇമിറ്റേഷൻ എന്ന് പറയും, ഹിന്ദിയിലാണ് അനുകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേറ്റോ പറയുന്നത് പക്കാ കോപ്പിയാണ് ഈ കാവ്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ പുറത്ത് കാണുന്ന വാസ്തവികതയുടെ പക്കാ കോപ്പിയാണ് ഈ കാവ്യം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അരിസ്റ്റോ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ നക്കൽ, അതായത് കറക്റ്റ് കോപ്പി അല്ല, ഇതിൽ മനുഷ്യൻ്റെ കുറച്ചുകൂടി കഴിവ് വേണം, ഇമാജിനേഷൻ വേണം. അപ്പോൾ സർജനാത്മകമായിട്ട്
കലാപരമായിട്ടുള്ള ഭാവന വന്നിട്ടുള്ള അങ്ങനെ കറക്റ്റ് കോപ്പിയല്ല. ഇങ്ങനെ കോപ്പി ചെയ്യാൻ നമുക്ക് മെഷീനൊന്നും ഇല്ലല്ലോ പണ്ടത്തെ കാലത്ത്. അതായത് ഇപ്പോൾ കാണുന്ന കാര്യത്തെ എഴുത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പിക്ചറിൻ്റെ രൂപത്തിൽ അത് ചെയ്യുമ്പോൾ അതിൽ ആ റൈറ്ററിൻ്റെ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുടെ കഴിവും മെൻറ്റാലിറ്റിയും മീൻസ് മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പങ്കും അതിൽ വരുന്നുണ്ട്, ചിന്തകളും ഒക്കെ. അപ്പോൾ കറക്റ്റ് പക്കാ കോപ്പിയല്ല, അപ്പോൾ അത് സൃജനാത്മകമാണ് എന്നാണ് അരസ്തു പറയണത്. പ്ലേറ്റോ നൈതികവാദിയാണെങ്കിൽ അരസ്തോ സൗന്ദര്യശാസ്ത്രിയായിരുന്നു. അരസ്തുവിനൊക്കെ മുന്നും ഗ്രീക്ക് സാഹിത്യത്തിൽ ത്രാസദിക്ക് വളരെ വലിയൊരു പങ്കുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പ്ലേറ്റോ ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പണ്ട് അതായത് ഗ്രീക്ക് സാഹിത്യത്തിൽ ഈ ത്രാസദി എങ്ങനെ യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ദേവതയുണ്ട്, ദിയോനിസസ് എന്ന് പറയുന്ന ദേവതയെ പ്രീതിപ്പെടുത്താനായിട്ട് അവർ കളികളിലൂടെയും തമാശയിലൂടെയും ഒക്കെയാണ് ഈ ട്രാജഡി അല്ലെങ്കിൽ ത്രാസദി എന്ന സാധനം യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ത്രാസദീനെ പറ്റിയിട്ട് ആദ്യമായിട്ട് വളരെ വിശാലമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് അരസ്തുവാണ്. ഈ ത്രാസദീനെ പറ്റി പറയുമ്പോൾ ആണ് ഈ വിരേചൻ സിദ്ധാന്തം വരുന്നത്. വിരേചൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ആദ്യം ചൂർണം പോലത്തെ ഒരു സാധനം കൊടുക്കും. അത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറൊക്കെ ക്ലീനായി ബോഡി ഫുള്ള് ക്ലീനാവും. അപ്പോൾ അതിന് ശേഷം കഴിക്കുന്ന കഷായമോ എന്ത് സാധനമായാലും ബോഡിയിൽ അത് പിടിക്കും. അങ്ങനെയാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ വിരേചൻ എന്ന് പറയുന്ന സാധനം. അതായത് മനുഷ്യനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യും. അതാണ് ഈ വിരേചൻ. അതിനുശേഷം അതായത് അവൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങൾ ഇതെല്ലാം ഉണർത്തുകയും ഈ കാവ്യത്തിലൂടെ സങ്കടമാണെങ്കിൽ സങ്കടം, സന്തോഷമാണെങ്കിൽ അത്, കരഞ്ഞൊക്കെ തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സ് ക്ലീൻ ആവില്ലേ, അതുപോലെ ആ ഭാവങ്ങളെ അവളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ ഉണർത്തി മനുഷ്യനെ സെൽഫായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കും. അതാണ് ഈ വിരേചൻ സിദ്ധാന്തം. അരസ്തു ആണെങ്കിൽ ഈ ത്രാസദിക്ക് 6 തത്വങ്ങളെയാണ് കണ്ടത്. അതായത് കഥാവസ്തു അല്ലെങ്കിൽ വിഷയവസ്തു. കഥാനകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമ്മറി പോലെയൊക്കെ പറയില്ലേ, ഒരു സ്റ്റോറി, അതാണ് ഈ കഥാനകം അല്ലെങ്കിൽ വിഷയവസ്തു. ചരിത്ര, ക്യാരക്ടേഴ്സ്, വിചാർ, തോട്ട്സ്, പദവിന്യാസം, ഇതിൽ ഭാഷയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പദവിന്യാസത്തിൽ വരുന്നത്. ദൃശ്യവിധാൻ, അതായത് ഇപ്പോൾ സ്റ്റേജിലുള്ള അലങ്കാരങ്ങളും അങ്ങനത്തെ കാര്യം ഉണ്ടല്ലോ, അതാണ് ദൃശ്യവിധാൻ. അതുപോലെ ഗീത്, ഈ ഗീതിനും ചരിത്രമൊക്കെ പോലെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അരസ്തു. പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഈ ഗ്രൂപ്പായിട്ട് സമൂഹഗാനമൊക്കെ പോലെ, അതിന് കോറസ് എന്നാണ് ഗ്രീക്കിൽ അല്ലെങ്കിൽ അവിടെ പറയുന്നത്, യുനാനിൽ പറയുന്നത് കോറസ്. അപ്പോൾ ആ ഒരു സാധനമാണ് ഈ ഗീതിൽ വരുന്നത്. അതായത് ഇത് ഒരു സംഘർഷം വരുമ്പോൾ അല്ലെങ്കിൽ ഈ സന്തോഷം വരുന്ന ചില സീനുകളിൽ നമ്മൾ നാടകം അല്ലെങ്കിൽ മൂവി കാണുമ്പോൾ അതിൽ BGM ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കില്ല, അതേ ഒരു ഫീല് വരും. ഈ രാക്ഷസൻ മൂവിയിലേക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലൊരു ഭയം തോന്നൂലേ, ആ ഒരു സാധനമാണ് ഈ ഗീത്. അപ്പോൾ ഈ ഗീതിലൂടെ മനുഷ്യനിൽ വികാരങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് പതിക്കും. അതുകൊണ്ട് തന്നെ അരസ്തു ഈ ഗീതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 6 തത്വങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അരസ്തു ഈ കഥാനകിന് മുഖ്യമായിട്ടും മെയിനായിട്ട് 3 സ്രോത് അല്ലെങ്കിൽ പ്രകാരം ഉണ്ടെന്നാണ് പറയണത്. ദന്തകഥാമൂലക്, കൽപ്പനാമൂലക്, ഇതിഹാസ്മൂലക്. ഇനി അടുത്ത് IA റിച്ചാർഡ്സിനെ നോക്കാം. IA റിച്ചാർഡ്സ് ഡോക്ടർ ബ്രൈഡ്ലിയുടെ കലാകീലി എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിന് ഖണ്ഡൻ ചെയ്തു. അതായത് ഇതിനെ തകർത്ത് മൂല്യസിദ്ധാന്തിനെ സ്ഥാപിച്ച ഒരാളാണ് IA റിച്ചാർഡ്സ്. ഈ റിച്ചാർഡ്സും അരസ്തുവിനെ പോലെ ഒരു സൗന്ദര്യശാസ്ത്രി ആയിരുന്നു. റിച്ചാർഡ്സിൻ്റെ വിചാരത്തിൽ സാഹിത്യാലോചനയുടെ സിദ്ധാന്തത്തിന് 2 സ്തംഭങ്ങളായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് മൂല്യങ്ങളെ ആവശ്യമുണ്ടെന്നും പിന്നെ രണ്ടാമതായിട്ട് സംപ്രേഷണീയത അത് വേണമെന്നും. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ കവിത അല്ലെങ്കിൽ കലയിൽ മൂല്യങ്ങൾ സംപ്രേഷണീയതയുടെയും ഗുണം ആവശ്യമാണെന്ന്. അങ്ങനെ ഈ 2 ഗുണങ്ങളും ബേസ് ചെയ്തിട്ട് മൂല്യസിദ്ധാന്തം, സംപ്രേഷണീയതയൊക്കെ സിദ്ധാന്തം സ്ഥാപിച്ചെടുത്തു. ഇദ്ദേഹം സൗന്ദര്യാനുഭൂതി ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. അതായത് സത്യം, ശിവസുന്ദരം അതുപോലത്തെ തത്വങ്ങൾക്കൊക്കെ. റിച്ചാർഡ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സംവേഗ് അതായത് ഇമ്പൾസസ് ഉണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ ഉയർന്നും താന്നും, അതായത് നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് മാറിയും പറഞ്ഞും ഇങ്ങനെ ഉയർന്നും താന്നും ഒക്കെ ഇരിക്കില്ല ആ ഇമ്പൾസസ്. അപ്പോൾ ഈ ഇതിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ
വിഷമം, സന്തോഷം അതൊക്കെ ഇങ്ങനെ ഉയർന്നും താന്നും മാറിയും തിരിഞ്ഞൊക്കെ വരും. കാവ്യ, കല ഇതൊക്കെ ആണെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഈ സംഗതികളെ, ഈ സംഭവങ്ങളെയൊക്കെ ആണെങ്കിൽ ബാലൻസ് ചെയ്യിക്കും. അതായത് ഇപ്പോൾ ഒരു സംഭവം കണ്ട് നമ്മൾ കരയാണ്, കരഞ്ഞു കഴിയുമ്പോൾ അതിനൊപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കില്ല നമ്മുടെ മനസ്സ്. ആ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മനസ്സൊന്ന് ഓക്കെ ആവും. അതായത് മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ കല ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് റിച്ചാർഡ്സ് പറഞ്ഞത്. റിച്ചാർഡ്സ് പറയുന്നതെന്ന് വെച്ചാൽ കല അല്ലെങ്കിൽ കാവ്യം അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നടക്കും. മാനസികവുമാണ്, അതേസമയത്ത് ബാഹ്യവുമാണ്. മനുഷ്യൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ക്രിയകളുണ്ടോ അതിൽ നിന്നല്ല ഈ കല എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മനുഷ്യൻ്റെ എന്ത് കാര്യമുണ്ടോ, എന്തുണ്ടോ അതിനെല്ലാം ഒരു ബാലൻസും, ഒരു കാര്യങ്ങളെല്ലാം മീൻസ് ഒരു ബാലൻസ്, ഒരു സന്തുലനാവസ്ഥ അല്ലെങ്കിൽ ഒരു സുവ്യവസ്ഥത ആ സാധനമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ കല അല്ലെങ്കിൽ കാവ്യം വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതാണ് റിച്ചാർഡിൻ്റെ മൂല്യസിദ്ധാന്തം. തുടർന്ന് അദ്ദേഹം വിജ്ഞാനം, സാഹിത്യം തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അതുപോലെ നമ്മുടെ ഭാരതീയരുടെ ദൃഷ്ടികോണിലുള്ള സാധാരണീകരണം, അതായത് ഒരു രചന മീൻസ് ഒരു കവിത വായിക്കുമ്പോഴോ ഒരു മൂവി കാണുമ്പോഴോ ഒക്കെ നമുക്ക് അതിലുള്ള ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന ഫീൽ എന്താണോ അതേ ഫീൽ നമ്മൾ മനുഷ്യർക്കും തോന്നും. അതായത് ഇപ്പോൾ 2018 സിനിമയൊക്കെ കണ്ടിട്ട് തിയേറ്ററിലെ ആൾക്കാരെല്ലായിരുന്നു കരയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും ആ ഒരു സാധനം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെയുള്ള വികാരങ്ങളാണ് ഉണരുന്നത്. അപ്പോൾ റൈറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കവി അല്ലെങ്കിൽ രചനാകാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതേ ഫീല് ഈ റീഡറിനും കിട്ടുന്നതാണ് ഈ നമ്മുടെ ഭാരതീയ കാവ്യശാസ്ത്രി പറയുന്ന സംപ്രേഷണീയത. അതിനെ തന്നെ റിച്ചാർഡ് ഇവിടെയും പറയുന്നുണ്ട്. സംപ്രേഷണീയതയല്ല, സാധാരണീകരണം. ഇനി റിച്ചാർഡിൻ്റെ സംപ്രേഷണീയതയുടെ സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. റിച്ചാർഡിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള, അദ്ദേഹം ഏറ്റവും മുഖ്യം എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് സംപ്രേഷണീയത. ഈ മനുഷ്യർ വളരെ കുഞ്ഞുനാളിൽ തന്നെ അവരുടെ ഉള്ളിൽ അവരുടെ അനുഭവങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യാൻ, ഈ സംപ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ തനിക്കെന്താണോ ഫീൽ ചെയ്യുന്നത്, താൻ എന്ത് ചെയ്യുന്നു അത് മറ്റൊരാളിലേക്ക് എത്തിക്കുക. അതിനാണ് ഈ സംപ്രേഷണീയത എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ഈ സ്വഭാവം ഈ ഒരു ഈ ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇടുന്നത് എന്തിനാണ്? ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? സ്വയം തോന്നി ഇടും. പക്ഷേ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ മെയിനായിട്ട് സ്ത്രീകൾക്കുള്ളൊരു സ്വഭാവമാണ് എന്തെങ്കിലും ഈ പുതിയൊരു ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കാണിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം. ഇതൊക്കെ ഈ സംപ്രേഷണീയത മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ ആ കലാകാർ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ എന്താണോ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിനോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് തൻ്റെ രചനയിലൂടെ സമൂഹത്തിലേക്ക് അവരുടെ ചിന്തകളിലേക്ക് എത്തിക്കുന്നതിനെയാണ്, അപ്പോൾ ആ എത്തിക്കുമ്പോൾ അതിൽ സക്സസ് ആവുന്നതിനെയാണ് ഈ സംപ്രേഷണീയത എന്ന് പറയുന്നത്. ഈ സംപ്രേഷണീയത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതൊന്ന് നന്നായിട്ട് ഡീപ്പായിട്ട് നോക്കി വയ്ക്കുക. ഈ 2 സിദ്ധാന്തങ്ങൾ കൂടാണ്ട് റിച്ചാർഡിൻ്റെ വ്യാവഹാരിക ആലോചന സംബന്ധി സിദ്ധാന്തം കൂടി വരുന്നുണ്ട്. അത് പറഞ്ഞു പോകുന്നില്ല, അതും കൂടി ജസ്റ്റ് നോക്കി വയ്ക്കുക. എല്ലാ സിദ്ധാന്തം അറ്റ്ലീസ്റ്റ് 4 മാർക്കിനെങ്കിലും എഴുതാൻ കണക്കിന് നോക്കി വയ്ക്കണം.